Here we discuss some of the additional points of Compton effect discussed in the textbook Modern Physics by Kenneth Krane. അപ്പോൾ photoelectric effect പോലെ മാറ്ററും റേഡിയേഷനും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ് Compton effectലും നടക്കുന്നത്. So in photoelectric effect, the complete energy of the photon is given to the electron, but in Compton effect, a part of the photon energy is given to the free electron. And we could not explain this Compton effect with the help of wave theory. So according to wave theory, the scattered radiation has got a lesser energy than the incident radiation. But energy and wavelength are not related, but if there is no change in wavelength. But in reality, we can see that there is a change in wavelength during Compton effect, and therefore it could not be explained by wave theory. But using quantum theory, the Compton effect can be correctly explained, and we have seen that the Compton effect can be considered as a scattering process between a single photon and an electron. അപ്പോൾ ഇതാണ് നമ്മൾ Compton സ്കാറ്ററിങ്ങിന്റെ ഡയഗ്രാം. ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ ദി ഇൻസിഡന്റ് ഫോട്ടോൺ ആൻഡ് സ്കാറ്റേർഡ് ഫോട്ടോൺ തീറ്റ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ആംഗിൾ ബിറ്റ്വീൻ ദി സ്കാറ്റേർഡ് ഇലക്ട്രോൺ ആൻഡ് ഇൻസിഡന്റ് ഫോട്ടോൺ ഇസ് ഫൈ. അപ്പൊ നേരത്തെ നമ്മൾ ഈ ആംഗിൾ ഫൈ എന്നും ഈ ആംഗിൾ തീറ്റ എന്നും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് കൺവെൻഷനും യൂസ് ചെയ്യാം, പക്ഷെ നിങ്ങൾ ഏതാണ് ഫൈ എന്താണ് തീറ്റ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. So here theta is the angle between incident photon and the scattered photon. അപ്പോൾ ഇനീഷ്യലി ഫോട്ടോണിന്റെ എനർജി എച്ച് ന്യൂ അല്ലെങ്കിൽ HF ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് hc/λ ആയിട്ട് എഴുതാം. അപ്പൊ നമുക്കറിയാം ഫോട്ടോൺസിന് റെസ്റ്റ് മാസ് ഇല്ല, അതുകൊണ്ട് അതിന്റെ മൊമെന്റും എനർജിയും റിലേറ്റഡ് ആണ്, P = E/c. അപ്പൊ കോംപ്റ്റൺ ഇഫക്റ്റിന്റെ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഇവിടെ ഒരു പുതിയൊരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് യൂസ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. സോ നമുക്കറിയാം ഇലക്ട്രോൺ ഇനീഷ്യലി റെസ്റ്റിലായിരുന്നു, അതുകൊണ്ട് അതിന് റെസ്റ്റ് എനർജി മാത്രമേ ഉള്ളൂ. സപ്പോസ് me is the mass of the electron, then the rest energy is Ne × c². സോ ഈ ഫോട്ടോൺ ഇലക്ട്രോണിൽ ഹിറ്റ് ചെയ്യുന്നു, ഇലക്ട്രോണിന് എനർജി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോണിന്റെ എനർജി ഡിക്രീസ് ചെയ്യുന്നു, ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു, വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഈ സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് E പ്രൈം ആൻഡ് ദി കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ഇസ് λ പ്രൈം. സോ E പ്രൈം ഇസ് ഈക്വൽ ടു hc/λ പ്രൈം. അപ്പൊ അതിന്റെ മൊമെന്റം P പ്രൈം എന്ന് പറയുന്നത് E പ്രൈം/c. ബിക്കോസ് ഫോട്ടോൺസ് എല്ലാം റെസ്റ്റ് മാസ് 0 ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. സോ E is equal to √P² c² plus m0c⁴ ആണ്. m0 ഫോട്ടോൺസിന് 0 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിൽ ഈ ഫോട്ടോൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ റെസ്റ്റിലല്ല, ഇലക്ട്രോൺ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഫൈയിൽ മൂവ് ചെയ്യാണ്. ഇവിടെ തീറ്റ എന്ന് എടുത്തിരിക്കുന്നത്, ഇവിടെ ഫൈ. ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ കൺവെൻഷൻ യൂസ് ചെയ്തതാണ്, നേരത്തെ നമ്മൾ തിരിച്ചാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതാണ് ആംഗിൾ എന്ന് നിങ്ങൾ ഫിഗറിൽ ക്ലിയർ ആയിട്ട് പറയണം കേട്ടോ. നമുക്ക് ഫൈ യൂസ് ചെയ്യാം, തീറ്റയും യൂസ് ചെയ്യാം. ഓക്കെ, സോ ഫോട്ടോൺ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നു. അപ്പൊ അതിന് റെസ്റ്റ് എനർജി മാത്രമല്ല, ഒരു എനർജി ഉണ്ടാവും. സപ്പോസ് നമുക്ക് ആ എനർജിയെ E എന്ന് പറയുന്ന ഒരു ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സോ ആൻഡ് ദി കറസ്പോണ്ടിങ് മൊമെന്റം എന്ന് പറയുന്നത് PE ആയിട്ട് എഴുതാം. സോ EEയും PEയും റിലേറ്റഡ് ആണ് നമുക്കറിയാം. EE is equal to √PE² c² plus ME c² raised to 2. m0 c² whole raised to half m0² c⁴ എന്ന് എഴുതാം. ഓക്കെ, അതിന് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യാം. E initial is equal to E final. ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ ഫോട്ടോണിന്റെ E എന്നെടുത്തു, സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ E പ്രൈം എന്നെടുത്തു. അപ്പോൾ ഇനീഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ദി ഫോട്ടോൺ E പ്ലസ്
the energy of the electron, which is the rest energy only, equal to E prime plus EE. Okay, അതുപോലെ തന്നെ മൊമെന്റം കൺസർവ്ഡ് ആണ്. മൊമെന്റം ഒരു വെക്ടർ ആയതുകൊണ്ട് നമ്മൾ ഡിറക്ഷൻ എടുക്കണം. സോ ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആൻഡ് എക്സ് ഡിറക്ഷൻ, ഇത് എക്സ് ഡിറക്ഷൻ ആയിട്ട് എടുക്കുക, ഇത് വൈ ഡിറക്ഷൻ. അതായത് ഡിറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ എക്സ് ഡിറക്ഷനും പെർപെൻഡിക്കുലർ ടു ദി ഡിറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ വൈ ഡിറക്ഷൻ ആയിട്ട്. ഇൻ ദി എക്സ് ഡിറക്ഷൻ P initial momentum are conserved. P initial is equal to P final in the x direction. The x direction നമുക്കറിയാം ഇനീഷ്യലി P ആയിരുന്നു അതിന്റെ മൊമെന്റം, ഫോട്ടോണിന്റെ മൊമെന്റം, ഇലക്ട്രോണിന്റെ മൊമെന്റം 0 ആയിരുന്നു. അതുപോലെ ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് P പ്രൈം കോസ് തീറ്റ പ്ലസ് PE കോസ് ഫൈ. ഇതുപോലെ വൈ ഡിറക്ഷനിലും ചെയ്യാം. വൈ ഡിറക്ഷനിൽ ഇനീഷ്യൽ മൊമെന്റം ഉണ്ടായിരുന്നില്ല, ഫൈനൽ മൊമെന്റം ഉണ്ട്. PE സൈൻ ഫൈ, ഇത് ഇങ്ങോട്ട് നെഗറ്റീവ് ഡിറക്ഷനിലാണ്. അതുപോലെ P പ്രൈം സൈൻ തീറ്റ, ഇത് പോസിറ്റീവ് ഡിറക്ഷനിലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, സോ വി ഹാവ് 3 equations and we have 4 unknowns. Theta is an unknown quantity, phi is an unknown quantity, EE is an unknown quantity, E prime is an unknown quantity. നമുക്ക് ഇനീഷ്യൽ ഫോട്ടോണിന്റെ എനർജി മാത്രമേ അറിയുള്ളൂ. അതുപോലെ P പ്രൈമും PEയും അൺനോൺസ് ആണ്. പക്ഷെ E പ്രൈം അറിയാമെങ്കിൽ നമുക്ക് P പ്രൈം കാൽക്കുലേറ്റ് ചെയ്യാം, തമ്മിലുള്ള റിലേഷൻ കണ്ടു. അതുപോലെ EE അറിയാമെങ്കിൽ PEയും കാണാം. So they are not independent unknowns. So the 4 unknowns are E prime, EE, theta and phi. പക്ഷെ നമുക്ക് ഇതിൽ ഏതെങ്കിലും അൺനോൺസിനെ എലിമിനേറ്റ് ചെയ്യാം. 2 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ചില അൺനോൺസിനെ എലിമിനേറ്റ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എനർജിയും അതുപോലെ തന്നെ തീറ്റയും മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇയും ഫൈയും ആണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. So suppose we have to calculate E prime and theta, then we have to eliminate phi and EE. Phi eliminate ചെയ്യാൻ വേണ്ടിയിട്ട് PE cos phi യുടെ ഒരു എക്സ്പ്രഷൻ കാണാം, which is P minus P prime cos theta, and PE sin phi is P prime sin theta. എന്നിട്ട് ഇതിന് സ്ക്വയറിങ് ആൻഡ് ആഡിങ് ചെയ്ത് കഴിഞ്ഞാൽ PE സ്ക്വയർ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് PE സ്ക്വയർ എന്ന് പറയുന്നത് P സ്ക്വയർ മൈനസ് 2PP പ്രൈം കോസ് തീറ്റ പ്ലസ് P പ്രൈം സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ഇയുടെ വാല്യൂ നമുക്കറിയാം, റൂട്ട് ഓഫ് PE സ്ക്വയർ C സ്ക്വയർ പ്ലസ് ME സ്ക്വയർ C ടു ദി പവർ 4. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PEക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും. ആ PEയുടെ എക്സ്പ്രഷനും ഈ എക്സ്പ്രഷനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 over E prime minus 1 over E is equal to 1 by ME C square 1 minus cos theta എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, ഒരു അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിനെ വേവ് ലെങ്ത്തിന്റെ ടേമിലേക്ക് മാറ്റാം. വേവ് ലെങ്ത്തും എനർജിയും റിലേറ്റഡ് ആണ് നമുക്കറിയാം. E is equal to hc by lambda, 1 over E is lambda by hc. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇതിനകത്ത് ലാംഡ പ്രൈം മൈനസ് ലാംഡ is equal to h by MEC into 1 minus cos theta എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്, ബട്ട് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഹിയർ തീറ്റ is the angle between the incident photon and the scattered photon. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ phi യൂസ് ചെയ്തത്, നിങ്ങൾക്ക് ഏത് സിമ്പലും യൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ക്വാണ്ടിറ്റി is always positive. That is 1 over E prime minus 1 over E is always positive. That is 1 over E prime is greater than 1 over E. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ E greater than E prime. സ്കാറ്റേർഡ് ഫോട്ടോണിനായിരിക്കും ലെസർ എനർജി വരുന്നത്. അതുകൊണ്ട് തന്നെ ഡിഫറൻസ് ഇൻ എനർജിയാണ് ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി. So the kinetic energy of the electron is equal to E minus E prime. E is the energy of the incident photon and E prime is the energy of the scattered photon. അതെങ്ങനെ വന്നു വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, E എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് റെസ്റ്റ് എനർജി ആണ്. അപ്പോൾ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ എനർജി യൂസ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി എഴുതിയതാണ്, അവിടെ ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. KE പ്ലസ് ME സ്ക്വയർ. അപ്പോൾ ME C സ്ക്വയർ രണ്ട് ഭാഗത്തും കട്ട് ചെയ്യാം. സോ
kinetic energy is E minus E. Okay. അതുപോലെ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും ഡിവൈഡ് ചെയ്യാം. This divided by this. അപ്പോൾ നമുക്ക് tan phi കിട്ടും. Tan phi is equal to P prime sin theta divided by P minus P prime cos theta. So ഇതിനെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ C into P prime എന്ന് പറഞ്ഞാൽ E prime ആണ്. അതുപോലെ ഇതിനെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പി സി എന്ന് പറഞ്ഞാൽ ഇ ആയിരിക്കും, പി പ്രൈം സി എന്ന് പറഞ്ഞാൽ ഇ പ്രൈം ആയിരിക്കും. സോ ടാൻ ഫൈ ക്യാൻ ബി ഓൾസോ റിട്ടൺ ആസ് ഇ പ്രൈം സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഇ മൈനസ് ഇ പ്രൈം കോസ് തീറ്റ. സോ ദിസ് ഇസ് അനദർ റിലേഷൻ ബിറ്റ്വീൻ ഫൈ ആൻഡ് തീറ്റ. സോ വൺസ് തീറ്റ is given, you can find out phi using this relation also. അതുപോലെ ഇതാണ് കോംപ്ടൺ ഇഫക്റ്റിന്റെ എക്സ്പെറിമെന്റൽ സെറ്റപ്പ്. And this demonstration was first done by Arthur Compton in the year 1923. അപ്പോൾ ഇതാണ് അതിന്റെ റിസൾട്ട്സ്. ഇത് അൺസ്കാറ്റേർഡ് കേസാണ്. 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ സ്കാറ്ററിംഗ് ഇല്ല. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഫോട്ടോണിന് ഒരു ചേഞ്ച് ഇൻ ഡിറക്ഷൻ ഉണ്ട്. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ സ്കാറ്ററിംഗ്. അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം ലാംഡ പ്രൈം ലാംഡ ആർ ഈക്വൽ. ഒരു പീക്കേ കാണുന്നുള്ളൂ, ബാക്കി എല്ലായിടത്തും 2 പീക്ക് കാണുന്നു. ഇതിന്റെ റീസൺ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഫസ്റ്റ് പീക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രോങ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് കൊണ്ടാണ്. സെക്കൻഡ് പീക്ക് ഇസ് ഡ്യൂ ടു ഫ്രീ ഇലക്ട്രോൺസ് ഓർ വാലൻസ് ഇലക്ട്രോൺസ്, വീക്ക്ലി ബൗണ്ട് ഇലക്ട്രോൺസ്. അതുപോലെ ഈ കോംപ്ടൺ ഇഫക്റ്റ് എക്സ്റേസിന്റെ കേസിൽ മാത്രമല്ല ഉണ്ടാവുന്നത്, ഗാമ റേസിന്റെ കേസിലുണ്ട്. ഗാമ റേസിന്റെ കേസിൽ കോംപ്ടൺ ഇഫക്റ്റ് പ്രസന്റ് ആണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി കുറവാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നമുക്ക് വിസിബിൾ അതുപോലെ അൾട്രാ വയലറ്റിൽ ഉണ്ടെങ്കിലും ഹയർ എനർജിയിലും ഉണ്ട്, പ്രോബബിലിറ്റി അതിന്റെ കുറവായിരിക്കും. അപ്പൊ ഗാമ റേസ് ആകുമ്പോൾ ഇനി പ്രോബബിലിറ്റി വരെ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ലാംഡ പ്രൈം വേഴ്സസ് 1 മൈനസ് കോസ് തീറ്റ ഗ്രാഫ് എക്സ് റേസിന്റെയും ഗാമ റേസിന്റെയാണ് കാണുന്നത്. ഈ ചേഞ്ച് ഇൻ വേവ് ലെങ്ത് ഇക്വേഷൻ ഡെൽറ്റ ലാംഡ പ്രൈം മൈനസ് ലാംഡ എന്ന് എഴുതാം. അതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ലാംഡ പ്രൈം ഇസ് ഈക്വൽ ടു ലാംഡ പ്ലസ് ലാംഡ സി ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇത് നമ്മൾ വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നു, 1 മൈനസ് കോസ് തീറ്റ എക്സ് ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ക്വാണ്ടിറ്റി അതിന്റെ വൈ ഇന്റർസെപ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ലാംഡ സി എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ എക്സ് റേസിന്റെ കേസിൽ ചെയ്യുമ്പോഴും ഗാമ റേസിന്റെ കേസിൽ ചെയ്യുമ്പോഴും സ്ലോപ്പ് സെയിം ആണെന്ന് എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസിന് കാണാൻ പറ്റും. രണ്ടും ലാംഡ സിക്ക് ഇക്വാലന്റ് ആണ്. വൈ ഇന്റർസെപ്റ്റ് ഡിഫറെന്റ് ആണെന്നേ ഉള്ളൂ. വൈ ആക്സിസ് പൈക്കോമീറ്റേഴ്സിലാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എക്സ് റേസിന് വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അപ്പൊ വൈ ഇന്റർസെപ്റ്റ് ഇത് ഏകദേശം ഈ 70s പൈക്കോമീറ്റേഴ്സിന്റെ ഓർഡറിലാണ് വരുന്നത്. ഗാമ റേസിന് വേവ് ലെങ്ത് പിന്നെയും കുറയും, ഒരു 1 or 2 പൈക്കോമീറ്റേഴ്സ് ആയിരിക്കും വൈ ഇന്റർസെപ്റ്റ് വരുന്നത്. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എക്സ് റേസ് ഓഫ് വേവ് ലെങ്ത് 0.24 nanometer are Compton scattered and scattered beam is observed at an angle of 60 degree. So this is theta and this is our lambda. So find the wavelength of the scattered X-rays, the energy of the scattered X-ray photon, the kinetic energy of the scattered electrons and the direction of travel of the scattered electrons. അപ്പോൾ നമുക്ക് ആദ്യം ലാംഡ പ്രൈം കാണണം. ലാംഡ പ്രൈം നമുക്ക് ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാണുന്നതേ ഉള്ളൂ. ലാംഡ തന്നിട്ടുണ്ട്, എച്ച് ബൈ എം ഇ സി നമുക്ക് അറിയാം, തീറ്റ തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then find the energy of the scattered photons. അപ്പോൾ ലാംഡ പ്രൈം അറിയാമെങ്കിൽ ഇ പ്രൈം എച്ച് സി ബൈ ലാംഡ പ്രൈം. ഓക്കെ, അപ്പൊ നിങ്ങൾ ജൂൾസിലും ചെയ്യാം, ഇലക്ട്രോൺ വോൾട്സിലാക്കിയിട്ടും ചെയ്യാം കേട്ടോ. So now the kinetic energy is the difference between E and E prime. So this is also okay, easily calculated. And the fourth session is find the direction of travel of the scattered electron. ഇപ്പൊ സ്കാറ്റേർഡ് ഇലക്ട്രോണിന്റെ ഡിറക്ഷൻ ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ഇലക്ട്രോണും ഇൻസിഡന്റ് ഫോട്ടോണും തമ്മിലുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമ്മൾ ഈ ആംഗിളിനെ ഫൈ എന്നാണ് നൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് the scattered photon moves at an angle phi with respect to incident photon and find out phi. അപ്പൊ ടാൻ ഫൈ കാണാനുള്ള എക്സ്പ്രഷൻ നമുക്കറിയാം. ഇയും ഇ പ്രൈമും തീറ്റയും അറിയാമെങ്കിൽ ടാൻ ഫൈ ക്യാൻ ബി ഫൗണ്ട് ആൻഡ് ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് വിൽ ഗിവ് ഫൈ. So substituting the values E prime, theta, E, we get phi, tan inverse of this expression. Okay, please do this problem. Thank you.